ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ, ഒരു സ്ഥാപനം തിരുവാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായി തന്നെയാണ്. ഇവിടെ ഞാൻ എത്താനിടയായ ഒരു സാഹചര്യം, ഇവിടുത്തെ ഡയറക്ടർ ബോർഡിലെ അംഗമായിട്ടുള്ള എൽദോസ് എന്റെ വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. എന്തായാലും ഞാൻ ഇവിടെ വരുന്നത് വരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന്. വളരെ സന്തോഷമുണ്ട്. കാരണം തിരുവാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലെ ഏറ്റവും മോശമായ പഞ്ചായത്തുകളുടെ പട്ടികയിൽ കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. കാരണം വലിയ പ്രോജക്റ്റുകളോ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഈ പഞ്ചായത്തിലില്ല. എങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ ധൈര്യം കാണിച്ച ഇതിന്റെ സ്ഥാപന ഉടമകളോട് വളരെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിലുള്ള ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഈ സ്ഥാപനം ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനൊരു സ്വന്തം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. Thank you, ma'am. Now I invite Mr. B. Jairam, Director ISB Manning Solutions for vote of thanks. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവിടെ നമ്മളുടെ ചടങ്ങ് വളരെ ചുരുങ്ങിയ സമയം നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തിരക്കുപിടിച്ച പരിപാടികൾക്കിടയിലായാലും വന്നത് ഭംഗിയായി നടത്തി തന്ന നമ്മുടെ ബഹുമാന്യനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, വേദിയിലുണ്ടായിരുന്ന ഇവിടുത്തെ MLA, പഞ്ചായത്ത്, ഇവിടുത്തെ പ്രാദേശിക സാമൂഹ്യ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട അധികാരികൾ, എല്ലാവരും അവരുടെ ഒരു ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്തി ഇവിടെ വരുവാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇത് വളരെ കുറ്റമറ്റതാക്കി തീർക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. IAMSനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വം ഇവിടെ കൃതജ്ഞത ഓരോരുത്തരോടും പ്രകാശിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ കൂടി ഈ അവസരം IAMSനെ കുറിച്ച് 2 വാക്ക് പറയുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടുത്തെ എല്ലാവരും വേദിയിലിരിക്കുന്ന ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതൊരു പഞ്ചായത്താണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും ഇന്ന് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന വേദിയിൽ സദസ്സിലിരിക്കുന്ന പലരും വളരെ പ്രഗത്ഭരായിട്ടുള്ള നാവിക ഓഫീസർമാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വളരെയധികം പ്രശസ്തമായ പെട്രോളിയം കമ്പനികളിലും ഷിപ്പിംഗ് കമ്പനികളിലും സമർത്ഥരായ നാവിക ഉദ്യോഗസ്ഥന്മാരായി ജോലി ചെയ്യുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇന്ന് ഈ ഒരു ചെറിയ പഞ്ചായത്തിൽ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ പോലും അതിൽ നിന്ന് വിളിച്ചിറങ്ങുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ ഇത്തരം ലോകവ്യാപകമായി കപ്പൽ വ്യവസായത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്ന സമർത്ഥരായ ഉദ്യോഗസ്ഥരായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ പഞ്ചായത്തിന്റെ പേര് പോലും ദൂരവ്യാപകമായ ദൂരസ്ഥലങ്ങളിൽ പോലും വളരെ പ്രശസ്തിക്ക് ഇടയാക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് മറൈൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ വിദ്യാഭ്യാസം നേടുവാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഉണ്ടെങ്കിൽ പോലും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാലയോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമർത്ഥരായ വെറും നാവികർ മാത്രമല്ല, സമർത്ഥരായ ഒരു ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പുറകിലുള്ള വളരെ ചുറുചുറുക്കുള്ള പരിചയസമ്പന്നരായ നാവിക ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് പുറകിലുള്ളത്. അവരെല്ലാം ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും നടപ്പിലാക്കുവാനും പ്രാപ്തരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ ചടങ്ങിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളോടും ഈ മാന്യ സദസ്സിനോടും ഞങ്ങളുടെ IAMSന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ക്യാപ്റ്റൻ പത്മനാഭൻ ടീമിന്റെ പേരിലും ഞങ്ങൾ അങ്ങേയറ്റത്തെ നന്ദി പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.